അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. കഴിഞ്ഞ കാലത്ത് എൻ്റെ അറിവില്ലായ്മ ഞാൻ പോയിട്ടൊരു വിഗ്രഹത്തെ സേവിച്ചതോ ഞാൻ ചെയ്ത പാപത്തെയോ ദൈവം കണക്കിടുന്നില്ല. അതായത് എൻ്റെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ഞാൻ അഹങ്കാരം മൊത്തം പിശാചിന് കീഴ്പ്പെട്ട് കൊലപാതകം ചെയ്താൽ പോലും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അന്ന് വരെയുള്ള സകല പാപങ്ങളും മായ്ച്ചു കളയും. ദൈവമല്ലാത്തതിനെ സേവിക്കുന്നതാണല്ലോ ഒന്നാമത്തെ പാപം. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന കൊടുത്തത്, സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലോ യാതൊന്നിൻ്റെ പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ. അപ്പം ദൈവം മനുഷ്യർ കാണുന്ന ഒന്നാമത്തെ പാവം കർത്താവ് പറഞ്ഞു, ഞാനല്ലാതെ ഒരു ദൈവമില്ല, എൻ്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ വിഗ്രഹങ്ങളെ സേവിച്ചും ഇനി നിങ്ങൾ ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു തിരുമേനി എന്ന് നിങ്ങൾ വിളിക്കുന്നവനെ നോക്കി പിതാവേ എന്ന് വിളിക്കുന്നു. പിതാവെന്ന് വിളിച്ചാൽ എന്താണ്? ദൈവം എന്നല്ലേ? അതൊക്കെ അറിവില്ലായ്മയുടെ കാലങ്ങൾ. ഇതെല്ലാം വിട്ടുകളഞ്ഞ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. മരിച്ചവരുടെ കല്ലറയിൽ വടങ്ങുക. ഞങ്ങൾ ഇവിടെ യക്ഷിയെ പോയി തൊഴുതിട്ടുണ്ട്. അറിവില്ല, ദൈവമാരെന്ന് അറിയത്തില്ല. മാടിനെ തൊഴുതിട്ടുണ്ട്. മനസ്സിലായി? ഇതെല്ലാം പൈശാചികമല്ല. അത് പൈശാചികമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ബോധം വന്നില്ല. ഇതിനെല്ലാം പോയി തൊഴുതു. പക്ഷെ കർത്താവ് പറ്റി സ്നേഹം നോക്കുന്നത്, എടാ കുഞ്ഞ് ഞാനതെല്ലാം ക്ഷമിച്ചേക്കാം. എന്നെ അല്ലാതെ നീ മറ്റൊന്നിനെ സേവിച്ചതിനെല്ലാം ഞാനങ്ങ് ക്ഷമിക്കാൻ പോകും. അത് അറിവില്ലായ്മയുടെ കാലങ്ങളെയാണ്. പക്ഷെ നീ മാനസാന്തരപ്പെടാതെ ഞാനങ്ങനെ ക്ഷമിക്കുന്നത്. അത് സത്യദൈവം നീയാണ് കർത്താവേ. ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ കാലങ്ങളെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചിരിക്കണം.